നമസ്കാരം. ഗാലറി ഓഫ് നാച്ചുറലിലേക്ക് സ്വാഗതം. ഞാൻ സുമേഷ് കോട്ടൂർ. ഞാനിന്ന് നിങ്ങളെ ഒരു കോളേജ് പരിചയപ്പെടുത്തുകയാണ്. തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയ്ക്ക് സമീപമുള്ള വിഗ്യാൻ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കോളേജിനെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. കാട്ടാക്കടയിൽ നിന്നും ഏകദേശം 2.5 കിലോമീറ്റർ അകലെയായി ശാസ്ത്ര ഹിൽസ് എന്നറിയപ്പെടുന്ന ഒരു കുന്നിൻ മുകളിൽ ശാന്തമായ അന്തരീക്ഷത്തിലാണ് ഈ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. ഈ കോളേജ് പരിചയപ്പെടുത്താൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഗോൺഹാൻബോ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗാലറി ഓഫ് നാച്ചുറൽ ഹ്യൂമൻ ആൻഡ് നാച്ചുറൽ വെൽഫെയർ ഓർഗനൈസേഷൻ എന്ന ഞങ്ങളുടെ സംഘടനയുമായി ഇപ്പോൾ ഈ ഒരു കോളേജ് ഒരു ധാരണയിലെത്തിയിരിക്കുകയാണ്. മെറിറ്റിൽ അഡ്മിഷൻ കിട്ടാത്ത സാധാരണക്കാരായ കുട്ടികൾക്ക്, അത് SC ആവാം ST ആവാം, വനത്തിൽ ഉൾപ്പെടെയുള്ള ആ സാധാരണക്കാരായ കുട്ടികളെ കൂടി ഫീസ് മാക്സിമം കുറച്ചുകൊണ്ട് ഒരു 50% മാർക്കിന് മുകളിൽ ലഭിച്ച കുട്ടികളാണെങ്കിൽ ഇവിടെ പഠിപ്പിച്ച് അവരെ കൂടി ജോലിക്ക് പ്രാപ്തരാക്കാം എന്നൊരു വാക്ക് ഇവർ തന്നിട്ടുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഈ കോളേജിനെ ഞാൻ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്നത്. കാട്ടാക്കട ജംഗ്ഷനിൽ നിന്നും ഏകദേശം 2.5 കിലോമീറ്റർ ദൂരമാണ് ഈ കോളേജിലേക്കുള്ളത്. ശാന്തമായ അന്തരീക്ഷമാണ്. മാത്രമല്ല ഇവിടെ ഹോസ്റ്റൽ സൗകര്യവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഏതൊക്കെ കോഴ്സുകളാണ് ഇവിടെ ഉള്ളത്, അതിൻ്റെ ജോലി സാധ്യതകൾ എന്തൊക്കെയാണ്, വളരെ വിശദമായുള്ള കാഴ്ചകളും വിശേഷങ്ങളുമെല്ലാം നമുക്ക് വഴിയെ അറിയാം. നമസ്കാരം. ഞാൻ മിസ്സസ് അനു പ്രദീപ്, വിഗ്യാൻ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസസിൻ്റെ മാനേജിംഗ് ട്രസ്റ്റിയാണ്. വിഗ്യാൻ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസസ് ഒരു സ്വാശ്രയ ആർട്സ് ആൻഡ് സയൻസ് കോളേജാണ്. കാട്ടാക്കട സിറ്റിയിൽ നിന്നും ഒരു 2 കിലോമീറ്റർ ഇപ്പുറം കട്ടക്കോട് നാടകാനി ശാസ്താ ക്ഷേത്രത്തിൻ്റെ അടുത്ത് 12 ഏക്കർ സ്ഥലത്ത് ആണ് വിഗ്യാൻ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസസ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ കോളേജ് തുടങ്ങുന്നത് 2012 കാലയളവിലാണ്. ഏകദേശം ഇപ്പം 13ാമത്തെ അക്കാഡമിക് ഇയറാണ്. നമുക്ക് 5 ഡിഗ്രി കോഴ്സസും 2 PG കോഴ്സസ് ഉണ്ട്. ഡിഗ്രി കോഴ്സസിൽ വരുന്നതാണ് BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BCom കോർപ്പറേഷൻ, BCA, BBA, BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ബാച്ചലർ ഓഫ് സോഷ്യൽ വർക്ക് BSW, MSW മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക്, MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അങ്ങനെ 5 UG പ്രോഗ്രാമും 2 PG പ്രോഗ്രാമാണുള്ളത്. ഇപ്പോൾ വരുന്ന എല്ലാ 4 ഇയർ പ്രോഗ്രാംസാണ്. FIUGP സ്കീമിൻ്റെ അണ്ടറിൽ കേരള യൂണിവേഴ്സിറ്റിയിലെ അഫിലിയേറ്റഡ് കോളേജാണ്. റെഗുലർ സർട്ടിഫിക്കറ്റാണ് കിട്ടുന്നത്. കേരള യൂണിവേഴ്സിറ്റിയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്പെസിഫൈ ചെയ്യുന്ന എല്ലാം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ഫോളോ ചെയ്യണം. അതിൻ്റെ അണ്ടർ ആണ് 12 ഏക്കർ സ്ഥലവും. അഫിലിയേഷൻ എല്ലാ വർഷവും കേരള യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരം ഗവൺമെൻറ് NOC നമ്മൾ ലഭിക്കേണ്ടതാണ്. അതിൻ്റെ ബേസിസിലാണ് ഓരോ വർഷത്തെ അഡ്മിഷൻ എടുക്കുന്നത്. അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ 50% മെറിറ്റ് 50% മാനേജ്മെൻറ്റ് റേഷ്യോയിലാണ് പോകുന്നത്. അതായത് 50% ഓൺലൈൻ കുട്ടികൾ അപ്ലൈ ചെയ്യും. അതിൻ്റെ ബേസിസിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ കോൾ ചെയ്തിട്ട് അഡ്മിഷൻ കൊടുക്കുന്നതാണ്. അത് കഴിഞ്ഞ് അത് തീരാറാകുമ്പോൾ 3 അലോട്ട്മെൻറ്റ്സ് ഏകദേശം കേരള യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്യും. അതിൻ്റെ ബേസിസിൽ നമ്മൾ റാങ്ക് ലിസ്റ്റ് ഇടും, അഡ്മിഷൻ എടുക്കും. അത് കഴിഞ്ഞിട്ടാണ് മാനേജ്മെൻറ്റ് അഡ്മിഷൻ തുടങ്ങുന്നത്. മാനേജ്മെൻറ്റ് അഡ്മിഷന് എക്സ്ട്രാ കുറച്ച് മാനേജ്മെൻറ്റ് ഫീസ് വരും. അതിലും മെറിറ്റ് ഫീസിലും വലിയ ഡിഫറൻസ് ഇല്ല, ഏകദേശം സെയിം ആണ് വരുന്നത്. അപ്പോൾ 50-50 റേഷ്യോസിലാണ് നമ്മൾ അഡ്മിഷൻ ചെയ്യുന്നത്. നമുക്ക് 5 ബസ്സുണ്ട്. സിറ്റി കണക്ട് ചെയ്ത് നമ്മൾ കേശവദാസ റൂട്ടുണ്ട്, പേരൂർക്കട റൂട്ടുണ്ട്, നെയ്യാറ്റിക്കര റൂട്ടുണ്ട്, വെള്ളനാട് റൂട്ടുണ്ട്, നെടുമങ്ങാട് റൂട്ടുണ്ട്. അങ്ങനെ 5 റൂട്ടുണ്ട്. അപ്പോൾ ബസ് സർവീസ് എല്ലാ സ്ഥലത്തും ഉണ്ട്. പിന്നെ എല്ലാ കുട്ടികൾക്കും കാട്ടാക്കടയിൽ നിന്ന് കോളേജ് വരെ എത്താൻ വേണ്ടി ബസ് സർവീസ് ഉണ്ട്. അപ്പോൾ യാത്രാ സൗകര്യം ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. റോഡ് കോളേജിൻ്റെ ഫ്രണ്ട് വരെ ടാറിട്ട റോഡാണ്. നമ്മളെ ഗവൺമെൻറ് ആയാലും യൂണിവേഴ്സിറ്റി ആയാലും എല്ലാ തരത്തിലും നല്ലൊരു സഹകരണമാണ്. നമ്മൾ ആ രീതിയിൽ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. നമ്മളെ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജയശ്രീ മാഡമാണ്. ജയശ്രീ മാം 10-35 വർഷം എഡ്യൂക്കേഷൻ ഫീൽഡിലുള്ള ആളാണ്.
എന്നിട്ട് റിട്ടയർമെൻറ്റിന് ശേഷം ആദ്യമായിട്ട് ഞങ്ങളുടെ സ്ഥാപനത്തിൽ തന്നെയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന ഏതൊക്കെ സ്കീം, അത് ആർട്സ് ആൻഡ് സ്പോർട്സിൻ്റെ മേഖലയായാലും ശരി, റിസർച്ച് ആക്ടിവിറ്റീസ് ആയാലും, പ്ലേസ്മെൻറ്റ് ആയാലും, സ്റ്റാർട്ടപ്പ് ആക്ടിവിറ്റീസ് ആയാലും, എനി ആക്ടിവിറ്റീസിലും റിസർച്ച് പ്രോഗ്രാംസിനും നമ്മളെ കുട്ടികൾ എലിജിബിളാണ്. ഒരു ഗവൺമെൻറ് കോളേജിൽ കിട്ടുന്ന അതേ സർട്ടിഫിക്കറ്റും അതേ സർവീസസുമാണ് നമ്മളെ കോളേജിൽ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത്. ഒരുപാട് സർട്ടിഫിക്കറ്റ് കോഴ്സസ് നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട്, പ്രൈവറ്റ് സ്ഥാപനങ്ങളുണ്ട്, ഡിസ്റ്റൻസ് സ്ഥാപനങ്ങളുണ്ട്. അതുപോലെ അല്ല, ഇതൊരു പാരലൽ കോളേജും അല്ല, ഇതൊരു റെഗുലർ അഫിലിയേറ്റഡ് കോളേജാണ്. അപ്പോൾ ഞാൻ എല്ലാവരെയും ആഗ്രഹിക്കുന്നു, +2 കഴിഞ്ഞ് 50% മിനിമം മാർക്സ് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി. എൻട്രൻസ് ടെസ്റ്റ് ഒന്നുമില്ല. നിങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു സംരംഭമാണ്, കോളേജാണ്. നിങ്ങൾക്ക് 100% ക്വാളിറ്റിയും നല്ല റിസൾട്ടും നല്ല അച്ചടക്കത്തോടു കൂടെയുള്ള ഒരു പഠനം ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. അപ്പം എല്ലാവർക്കും ഒന്നുകൂടെ വിജ്ഞാൻ കോളേജിൻ്റെ സൈഡിൽ നിന്ന് ഞാൻ നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ ജയശ്രീ, വിജ്ഞാൻ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് കാട്ടാക്കട കോളേജിൻ്റെ പ്രിൻസിപ്പളാണ്. ഏകദേശം ഇപ്പം 5 വർഷത്തോളമായി ഈ കോളേജിൻ്റെ പ്രിൻസിപ്പളായിട്ടിരിക്കുന്നു. ഈ കോളേജ് 2012 ആരംഭിച്ചതാണ്. ഒരു ട്രസ്റ്റാണ് ഇതിൻ്റെ ഭരണം നടത്തുന്നത്. വളരെ നല്ല രീതിയിൽ വളരെ അച്ചടക്കത്തോടെ നടത്തി വരുന്ന ഒരു കോളേജാണിത്. ഇവിടെ കോഴ്സുകൾ, ഗ്രാജുവേറ്റ് കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ BBA, BCA, BA ഇംഗ്ലീഷ്, BCom 2 വിഭാഗമുണ്ട്. കോർപ്പറേഷനുണ്ട്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. അതിപ്പോൾ അതിനൊരു പേര് BAS എന്നാണ്, 4 ഇയർ കോഴ്സുകൾ ആയതുകൊണ്ട്. BSW ഉണ്ട്, BBA ഉണ്ട്, MA ഇംഗ്ലീഷ് ഉണ്ട്, MSW ഉണ്ട്. വളരെ നല്ല രീതിയിൽ സിസ്റ്റമാറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്ന ഈ കോളേജിൽ അച്ചടക്കവും അതുപോലെ തന്നെ മറ്റ് ആക്ടിവിറ്റീസും ഒക്കെ വളരെ നല്ല രീതിയിൽ നടക്കുന്ന കോളേജാണ്. ഇപ്പോൾ വിഴിഞ്ഞം ഹാർബറൊക്കെ വളരെ നിയർ ബൈ ആണ്. ഇവിടെ BBA കഴിഞ്ഞ കുട്ടികളെയാണ്, ലോജിസ്റ്റിക്സ് ആണ് നമ്മുടെ അതിൻ്റെ ഒരു ഐച്ഛികമായ വിഷയം. അപ്പോൾ ലോജിസ്റ്റിക്സ് കഴിയുന്ന കുട്ടികൾക്ക് ഹാർബറിൽ ജോലി കിട്ടാൻ ധാരാളം സാധ്യതകളുണ്ട്. വിമാനത്താവളത്തിലെ കാർഗോയിൽ, റെയിൽവേയുടെ കാർഗോയിൽ, ഫുഡ് കോർപ്പറേഷൻ്റെ കാർഗോയിലൊക്കെ ഇതുപോലെ BBA കഴിഞ്ഞ കുട്ടികളെയാണ് എടുക്കാറുള്ളത്. നമ്മുടെ കുട്ടികൾ വിഴിഞ്ഞം ഹാർബറിലും ഒക്കെ ആയിട്ട് പല മേഖലകളിലും വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ടെമ്പററി ആയിട്ട്, പെർമനൻ്റ് ആയിട്ട് ജോലി ചെയ്യുന്ന കുട്ടികളും ഉണ്ട്. BCA വളരെ അട്രാക്റ്റീവായിട്ടുള്ളൊരു കോഴ്സാണ്. സൈബർ സെക്യൂരിറ്റി, AI, ഡാറ്റ അനാലിസിസ്, ഇതെല്ലാം നമ്മളുടെ പാഠ്യ പദ്ധതിയിൽ ഉൾപ്പെടുന്ന കോഴ്സുകളാണ്. BSW എന്ന് പറഞ്ഞാൽ, BSW പഠിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് സോഷ്യൽ വർക്ക് ആണ് അതിൻ്റെ ഹൈലൈറ്റ്. ജയിൽ, ശിശുക്ഷേമ സമിതി, വനിതാ കമ്മീഷനുകൾ, അതുപോലുള്ള ഗവൺമെൻറ് സർവീസുകളിലും ഹോസ്പിറ്റൽസിലും പിന്നെ മൾട്ടിനാഷണൽ കമ്പനികളിലും ഒക്കെ HR ആയിട്ട് എടുക്കുന്നത് MSW, BSW കുട്ടികളെയാണ്. അപ്പോൾ വളരെ പ്രയോജനമുള്ള കോഴ്സാണ് BSW. BCom കോർപ്പറേഷൻ, കോർപ്പറേറ്റീവ് സെക്ടറുകളിൽ ജോലി ചെയ്യാനായിട്ട് എല്ലാവിധ സാധ്യതകളും ഉള്ളതാണ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും BCom അതുപോലെ തന്നെയാണ്. BA ഇംഗ്ലീഷ് നമുക്കിവിടെ ഉള്ളത്. ജേർണലിസവും കേരള കൾച്ചറ്, ഇന്ത്യൻ കൾച്ചറ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മലയാളം സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്, ഹിന്ദി സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. എല്ലാ പ്രാക്ടിക്കൽ സൗകര്യങ്ങളും ഉണ്ട്. ഇവിടെ നിന്ന് പുറത്തു പോയ കുട്ടികൾ വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട്, വിദേശങ്ങളിലേക്ക് പഠിക്കാൻ പോയവരുണ്ട്. MSW കോഴ്സ് കഴിഞ്ഞ് ഇതുവരെ ഇയർ ഔട്ടായിട്ടുള്ള കുട്ടികളെല്ലാം തന്നെ UK, ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയ സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സോഷ്യൽ വർക്കേഴ്സിന് വളരെയധികം പ്രാധാന്യമുള്ളൊരു കാലഘട്ടമാണിത്. ഇപ്പോൾ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻറ്റും വളരെ നല്ലൊരു ഡിപ്പാർട്ട്മെൻറ്റ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും അധ്യാപകർ, നെറ്റും MPhilഉം PhD ഒക്കെ ഉള്ള അധ്യാപകരാണ് നമ്മൾ എടുക്കാറുള്ളത്. ക്വാളിഫയിങ് അധ്യാപകരാണുള്ളത് ഇവിടെ. പിന്നെ പഠിത്ത കാര്യങ്ങളിൽ 10 മണിക്കാണ് ഇവിടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 3:30 വരെയാണ് ക്ലാസ്. 10:20 വരെ ഞാൻ കുട്ടികൾക്ക് സമയം കൊടുത്തിട്ടുണ്ട്. 10:20 കഴിഞ്ഞാൽ ഒരു കുട്ടിയെയും ഞാൻ കോളേജിൻ്റെ ക്യാമ്പസിനുള്ളിലേക്ക് കയറ്റുന്നതല്ല. അതുപോലെ സ്ട്രിക്റ്റായിട്ടും ഡിസിപ്ലിനായിട്ടുമാണ് ഇവിടെ നിൽക്കുന്നത്. ഫോൺ ക്ലാസ്സുകളിൽ ഉപയോഗിക്കാനായിട്ട് അനുവദിക്കുന്നതല്ല. ഫോൺ വയ്ക്കാൻ നമ്മളൊരു മൊബൈൽ ഫോണിൻ്റെ ഒരു സെല്ല് ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ വയ്ക്കുക. 3:30 കുട്ടികൾ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ ആ ഫോണ് തിരിച്ച് എടുത്തുകൊണ്ട് പോവുക. ക്ലാസ്സുകളിൽ ഫോൺ ഉപയോഗം നമ്മൾ സമ്മതിക്കുന്നതല്ല. അങ്ങനെ എല്ലാ തരത്തിലും വളരെ അച്ചടക്കത്തോടു കൂടി കുട്ടികൾക്ക് പരീക്ഷകൾ തന്നെ 2 ഇൻറ്റേർണലുകൾ നടത്തിയാണ് നമ്മളെ കുട്ടികളെ. അപ്പോൾ ആദ്യം ഒരു ഇൻറ്റേർണൽ നടത്തും. അത് കഴിഞ്ഞിട്ട് 3 മണിക്കൂറിൻ്റെ അല്ലെങ്കിൽ അവരുടെ അതാത് പാഠ്യ പദ്ധതിയിൽപ്പെടുന്ന പ്രകാരമുള്ള യൂണിവേഴ്സിറ്റി എക്സാം മോഡൽ നടത്തിയാണ് കുട്ടികളെ വെളിയിലേക്ക് വിടുന്നത്.
പിന്നെ നമ്മൾ ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ സിനാരിയോ നോക്കിക്കഴിഞ്ഞാൽ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ അന്യ സംസ്ഥാനത്ത് പോയി പഠിക്കുന്ന കാട്ടിയും എന്തുകൊണ്ടും പണച്ചെലവത്തിൻ്റെ കാര്യത്തിൽ, അതായത് ഫീസിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ്റെ കാര്യമായിട്ട്, ഫോർ എക്സാമ്പിൾ BBA കോഴ്സിന് കേരള യൂണിവേഴ്സിറ്റിയിൽ ഒരു സെമസ്റ്ററിന് 11,000 ഫീസെങ്കിൽ കർണാടകയിൽ പോയി കഴിഞ്ഞാൽ അത് 40,000 രൂപയാണ്, തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ അത് 60,000 രൂപയാണ്. അപ്പോൾ ഒരു ട്യൂഷൻ ഫീസിൻ്റെ ഒരു ഘടനയാണ് ഞാൻ പറയുന്നത്. അത്ര വ്യത്യാസമാണ് സംസ്ഥാന തലത്തിൽ വരുന്നത്. ഇപ്പോൾ കേരള സംസ്ഥാനത്തിൽ ഏത് ജില്ലയിൽ പഠിക്കുന്നയോ താമസിക്കുന്നയോ കുട്ടികൾക്കായാലും, നിങ്ങൾക്ക് ഹയർ എഡ്യൂക്കേഷൻ ആയാലും മാസ്റ്റേഴ്സ് പ്രോഗ്രാം ആയാലും ഇവിടെ സൗകര്യം ഉള്ളതാണ്. ഇവിടെ യാത്രാ സൗകര്യമുണ്ട്. ദൂരെയുള്ള അന്യ സംസ്ഥാനത്തുള്ളതോ അന്യ ജില്ലയിലുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ഇവിടെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഞങ്ങൾ ഒരുക്കി കൊടുക്കുന്നതാണ്. അവിടെ ഹോംലി ഫുഡും ഫുൾ ഞങ്ങളെ നിയന്ത്രണത്തിലുള്ള, ടീച്ചേഴ്സിൻ്റെ കൺട്രോളുള്ള, പ്രിൻസിപ്പളുടെ കൺട്രോളുള്ള, ഞങ്ങൾ നിരീക്ഷണത്തിൽ കഴിയുന്ന ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവർക്ക് ഹോംലി ഫുഡും അവർക്ക് അച്ചടകവും, അങ്ങനെ നമുക്ക് ഒരുപാട് കുട്ടികൾ നിലവിൽ പഠിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഒരുപാട് യാത്രാ സൗകര്യം ഇല്ലാത്ത കോളേജസ് ഉണ്ട്. ഇത്ര സിറ്റിയുടെ അടുത്ത് കിടക്കുന്നതുകൊണ്ട് നമ്മൾ അത്ര എക്സ്പോഷർ മറ്റേ കോളേജസിൽ കൊടുക്കാൻ കഴിയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ കുട്ടികൾ ആർക്കാണ് കൂടുതൽ എക്സ്പോഷറിൻ്റെ ആവശ്യം, അവിടെ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് കൊടുക്കാൻ കഴിയും. ഗവൺമെൻറ് സ്കീമിൽ എല്ലാ തരത്തിലുള്ള സ്കോളർഷിപ്പ്, ഇപ്പോൾ ഫിഷർമെൻ സ്കോളർഷിപ്പ് ആയാലും SC/ST സ്കോളർഷിപ്പ് എല്ലാം നമ്മളിവിടെ കോർഡിനേറ്റ് ചെയ്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക്. അപ്പോൾ നിങ്ങൾ സർട്ടിഫിക്കറ്റ് മാത്രം കൊണ്ടുവന്നാൽ മതി. ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഏത് തരത്തിലുള്ള സ്കോളർഷിപ്പ് ആയാലും ഞങ്ങളിവിടെ ചേർന്ന് കഴിഞ്ഞാൽ കിട്ടും. അതേപോലെ KSRTC ബസ് കൺസെഷൻ ആയാലും അതുകൊണ്ട് അതായത് ഞാൻ പറഞ്ഞത് എല്ലാ ഗവൺമെൻറ് കോളേജുകളിലും കിട്ടുന്ന ആനുകൂല്യങ്ങൾ നമ്മുടെ സ്റ്റുഡൻസിന് കിട്ടുന്നുണ്ട്. അപ്പോൾ അന്യ ജില്ലക്കാരായാലും അന്യ സംസ്ഥാനക്കാരായാലും അവർക്ക് യാത്രാ സൗകര്യം ഒരു വിഷയമല്ല. താമസ സൗകര്യം നമ്മൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. നല്ല ഫുഡും റീസണബിൾ റേറ്റിലുള്ള ഫുഡും റീസണബിൾ ഫീസിൽ നമ്മൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും വന്ന് ചേരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ മെയ് ജൂൺ മാസങ്ങളിലാണ് ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്യുന്നത്. ഓൺലൈൻ സൈറ്റിലിടും. അതല്ലാതെ കേരള ഗവൺമെൻറ്റിൻ്റെ പത്രങ്ങളിൽ നമ്മൾ ഡെയിലീസിലൊക്കെ കോൾ ഫോർ ചെയ്യും. അപ്ലൈ ചെയ്യുക, ഓൺലൈൻ അപ്ലൈ ചെയ്യുക. മെരിറ്റിൽ തന്നെ കയറാവുന്ന എല്ലാ സാധ്യതകളും നിങ്ങൾക്കുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഒരു NGO ആയിട്ട് സഹകരിച്ച് ഈ വർഷത്തെ അഡ്മിഷൻ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ സംഘടനയുടെ പേരാണ് ഗോൺ ഹാൻവോ. ഗാലറി ഓഫ് നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു സംഘടനയാണ്. അവർ വഴി അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾ നമ്മൾ അതായത് കൺസെഷനും സ്കോളർഷിപ്പും കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ആ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. ഗോൺ ഹാൻവോ ഗാലറി ഓഫ് നേച്ചർ എന്ന് പറഞ്ഞ് ഒരു നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷനാണ്. ഒരുപാട് പാവപ്പെട്ട കുട്ടികൾക്കും താഴേക്കിടയിൽ താമസിക്കുന്നത് വലിയ സൗകര്യമില്ലാത്ത കുട്ടികളെ അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതൊരു NGO ആയതുകൊണ്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. സംഘടനയുമായിട്ട് വളരെയധികം കൂട്ടമായിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അതിന് പ്രധാന കാരണം നമ്മളുടെ സുമേഷ് കോട്ടൂരാണ്. ട്രൈബൽ മേഖലയിലുള്ള കുട്ടികളിൽ പഠിത്തത്തിന് വിമുഖത കാണിക്കുന്ന കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവന്ന് അവർക്ക് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടേണ്ട അർഹമായ സ്റ്റൈഫൻഡുകൾ വാങ്ങിച്ചു കൊടുത്ത് നമ്മളുടെ സംഘടനയുടെ പേരിൽ വരുന്ന അല്ലെങ്കിൽ അവിടെ നിന്ന് അറിഞ്ഞു വരുന്ന കുട്ടികൾക്ക് കൊണ്ട് പറ്റാവുന്ന രീതിയിൽ മാനേജ്മെൻറ്റ് കൺസെഷനും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാനും അവരുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുട്ടികളാകുമ്പോൾ നമ്മൾ അവർ പ്രത്യേക ഒരു പരിഗണന അവർക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെയുള്ള കോഴ്സുകളിൽ ഏറ്റവും പ്രധാനമായി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് BCA ആണ്. അതായത് BCAയുടെ ഇവിടെ വരുന്നത് പ്രധാനമായിട്ടും സൈബർ സെക്യൂരിറ്റിയാണ്. ഏറ്റവും കൂടുതൽ കുട്ടികൾ താല്പര്യത്തോടെ വരുന്നൊരു കോഴ്സാണ് സൈബർ സെക്യൂരിറ്റി. എന്നാൽ കേരളത്തിൽ സൈബർ സെക്യൂരിറ്റിക്ക് വളരെ സീറ്റ് കുറവാണ്. വിഗ്യാൻ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ BCAയിൽ സൈബർ സെക്യൂരിറ്റി പ്രധാന പാർട്ടാണ് എന്ന് ഇവിടെ വന്നതിന് ശേഷമാണ് അറിഞ്ഞത്. ബാക്കി ഇപ്പോൾ ഈ BCA കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഈ ടീച്ചർ പറയുന്നതായിരിക്കും. എൻ്റെ പേര് ശ്രീലത എന്നാണ്. ഞാൻ BCA ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡാണ്. സാർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മുടെ ഇപ്പോൾ വിഗ്യാൻ കോളേജിൽ സൈബർ സെക്യൂരിറ്റിക്കാണ് ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഇവിടെ നമ്മൾ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ പിള്ളേർ ഇന്നത്തെ കാലത്ത് അവർക്ക് നമ്മുടെ സൈബർ ക്രൈമിനെ കുറിച്ചിട്ട് കുറച്ചെങ്കിലും അവർ അവെയറാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും അവർക്ക് പഠിച്ചു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് എത്രത്തോളമാണ് അവർ അവയർനെസ് എടുക്കണം എന്നുള്ള കാര്യം. അത്രത്തോളം സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് വാസ്റ്റായിട്ട് കിടക്കുന്ന ഒരു കോഴ്സാണ്. നല്ലപോലെ അവർ അറിഞ്ഞിരുന്നാൽ മാത്രമേ അതിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും അവരെ കൊണ്ടത് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇവിടുത്തെ ഇപ്പം തന്നെ BCAയിലുള്ള കുട്ടികൾ ഒരാൾ പോയിട്ട് ബാക്കി എല്ലാവരും എടുത്തേക്കുന്നത് സൈബർ സെക്യൂരിറ്റിനെ കുറിച്ചിട്ടാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒന്നാണ് ഡേറ്റ സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത്.
അപ്പം ആ കോഴ്സും അത് രണ്ടും ഏകദേശം ഒരേ ലെവലിൽ നിൽക്കുന്ന ഒരു കോഴ്സ്, രണ്ട് സെയിം കോഴ്സസ് തന്നെയാണ്. പിന്നെ ഇവിടെ അടുത്ത് പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇപ്പോഴത്തെ കറണ്ട് കുട്ടികൾ അത് ചൂസ് ചെയ്തിട്ടില്ല, കാരണം അവർ സെപ്പറേറ്റ് ഒരുപാട് കോഴ്സ് അങ്ങനെ പഠിക്കുന്നത് കാരണമാണ് അവർ ചൂസ് ചെയ്യാത്തത്. പക്ഷേ ഇവിടെ സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലൈസേഷൻ, അത് എലക്റ്റീവ് സബ്ജക്റ്റ് ആയിട്ടാണ് സൈബർ സെക്യൂരിറ്റി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഡേറ്റാ സയൻസും എലക്റ്റീവ് സബ്ജക്റ്റ് ആയിട്ടാണ് പോകുന്നത്. ഇപ്പം കുട്ടികൾക്ക് അത് ഏറ്റവും ഇഷ്ടപ്പെട്ട് തന്നെയാണ് അവരത് പഠിക്കുന്നത്. സൈബർ സെക്യൂരിറ്റി എന്താണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് അവർ പഠിക്കുന്നത്. BCA കുറിച്ചിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് പറയാം. ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പം ഇവർക്ക് മെയിൻ ആയിട്ട് IT ഫീൽഡ്, എല്ലാവരും വിചാരിക്കുന്ന IT ഫീൽഡ് മാത്രമാണ്. പക്ഷേ IT ഫീൽഡ് അല്ല. ഇപ്പം ഇവർ സൈബർ സെക്യൂരിറ്റി പഠിക്കുന്നത് തന്നെ അവർക്ക് വന്നിട്ട് പോലീസിലോട്ട് കയറാൻ പറ്റും, സൈബർ സെല്ലിലോട്ട് കയറാൻ പറ്റും. പക്ഷേ അതിന്റെ എക്സാം എഴുതിയാൽ മാത്രമേ അവർക്ക് കയറാൻ പറ്റത്തുള്ളൂ, കാരണം PSC-യിൽ. ബട്ട് അവർക്ക് കാര്യം എന്താണെന്ന് അറിഞ്ഞിരുന്നാൽ മാത്രമേ ആ എക്സാം എഴുതാൻ പോലും പറ്റത്തുള്ളൂ. അപ്പം BCA എന്ന് പറയുമ്പോൾ മെയിനായിട്ട് എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് ജസ്റ്റ് വെറുതെ എന്താ പറയുന്നത്, നമ്മുടെ ഒരു IT ഫീൽഡ് തന്നെ ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. ഇപ്പം കോമിക്സ് ആണെങ്കിലും, ഇപ്പൊ കോമിക്സ് വരയ്ക്കണമെങ്കിൽ അതിനെ ഡിസൈൻ ചെയ്തെടുക്കണമെങ്കിൽ തന്നെ ഡിസൈനറിന്റെ ആവശ്യമുണ്ട്. അപ്പം ഒരു ഫീൽഡ് മാത്രമല്ല, ഒരുപാട് ഫീൽഡ് ഫോക്കസ് ചെയ്തിട്ടാണ് ഈ BCA എന്ന് പറയുന്ന ആ ഒരു കമ്പ്യൂട്ടർ സെക്ഷൻ പൊക്കോണ്ടിരിക്കുന്നത്. കാർത്തിക, തമലം. ഇവിടെ BCA കോഴ്സ് ഫസ്റ്റ് ഇയർ. കമ്പ്യൂട്ടർ ഫീൽഡിലോട്ട് വരുന്നോന്ന് എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ സൈബർ സെക്യൂരിറ്റി ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് എനിക്ക് അത് പഠിക്കാൻ കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് തിരഞ്ഞെടുത്തത്. എനിക്ക് മെയിനായിട്ട് ഞാൻ ആ ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ഇവിടെ വന്നത്. എനിക്ക് കമ്പ്യൂട്ടർ ഫീൽഡിലോട്ട് കയറാൻ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണ്. പിന്നെ സൈബർ സെക്യൂരിറ്റി അത് പഠിക്കണമെന്ന് എനിക്ക് കൂടുതൽ ആഗ്രഹമുണ്ട്. ടീച്ചർമാരൊക്കെ ഭയങ്കര കമ്പനികളാണ്. നമുക്ക് എന്തുണ്ടെങ്കിലും ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ടീച്ചേഴ്സാണ്. മാനേജ്മെൻറ്റും അങ്ങനെ തന്നെയാണ്. നമ്മളായിട്ട് അങ്ങനെ മിക്ക കോളേജുകളിലും ഒരുപാട് ദേഷ്യം ആ കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നേരെ പോയി അവരുടെ അടുത്ത് പറയാം. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നാലും നമുക്ക് നേരിട്ട് പോയി പറയാം. ഇന്നതാണ് പ്രശ്നം, നമുക്ക് ഡയറക്റ്റായിട്ട് പോയി പറയാനുള്ളൊരു ഫ്രീഡം അവർ നമുക്ക് തന്നിട്ടുണ്ട്. അക്ഷര, തിരുമല. എനിക്കും കമ്പ്യൂട്ടർ ഫീൽഡിനോടാണ് കൂടുതൽ താല്പര്യവും. നമുക്ക് ഇനി ആവശ്യമുള്ളത് പുതിയ തലമുറയ്ക്കും കൂടുതൽ ആവശ്യമുള്ള ഒരു സബ്ജക്റ്റാണ് BCA. അധ്യാപകർക്ക് നല്ല സപ്പോർട്ടാണ്, നല്ലോണം പഠിപ്പിക്കും. റാഗിങ്ങോ അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല, നല്ല സപ്പോർട്ടാണ്, നല്ലോണം പഠിപ്പിക്കുക. നമുക്ക് മനസ്സിലാവും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അപ്പം ചോദിച്ചാൽ നമുക്ക് അപ്പം എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. പ്രിൻസിപ്പൽ മാമിനോട് നല്ല അഭിപ്രായമാണ്. നിങ്ങൾ കമ്പനിയാണ്, സപ്പോർട്ടാണ്, ഒരു കുഴപ്പമൊന്നുമില്ല. നമുക്ക് എന്ത് കാര്യം വേണമെങ്കിൽ തുറന്നു പറയാം, നല്ല കാര്യവും. എൻ്റെ പേര് അംബിക എന്നാണ്. ഞാനിവിടെ ഏകദേശം 12 വർഷത്തോളമായി ജോലി നോക്കുന്നുണ്ട്. BCom ഡിപ്പാർട്ട്മെൻറ്റിൽ അധ്യാപികയാണ് ഞാൻ. BCom ഡിപ്പാർട്ട്മെൻറ്റിൽ 2 കോഴ്സുകളാണ് നിലവിലുള്ളത്. BCom കോപ്പറേഷനും ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന്. 4 ഇയർ പ്രോഗ്രാം വന്നതിന് ശേഷമാണ് ഇങ്ങനെ 2 കോഴ്സ്. അല്ലെങ്കിൽ നമുക്ക് സാധാരണ ഉണ്ടായിരുന്നത് BCom കോപ്പറേഷനും BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുമാണ്. അതിൽ BCom കോപ്പറേഷൻ എടുത്താലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ് ബാങ്കുകളിലോ ഹാൻഡ്ലൂംസിലോ അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനുകൾ, ഇവിടെ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ അതുപോലെ HDFC ബാങ്കുകൾ, അങ്ങനെയൊക്കെ വരുന്ന പല ബാങ്കുകളിലും ഓപ്പർച്യൂണിറ്റി കൂടുതൽ കോപ്പറേഷൻകാർക്കാണ്. കോപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ കോളേജിലും ഇല്ല, റെയറാണ്. അപ്പം ഇവിടെ അടുത്ത് മലയങ്കിരി കോളേജിൽ മാത്രമാണ് കോപ്പറേഷൻ ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കോപ്പറേഷൻ ഉണ്ട്. പിന്നെ ഉള്ളത് ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റമാണ്. അത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു സബ്ജക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഈ ടാലി പരമായിട്ടോ അക്കൗണ്ടൻ്റ് ഒക്കെ ആയിട്ടൊക്കെ പോകാൻ വേണ്ടി കുട്ടികൾക്ക് നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന ഒരു കോഴ്സാണ് അത്. ഏത് കോഴ്സാണ് പഠിക്കുന്നത്? BCom കോർപ്പറേഷൻ. ഈ കോഴ്സിനെ കുറിച്ച് എന്താ അഭിപ്രായം? വളരെ നല്ല കോഴ്സാണ്. എനിക്ക് പേഴ്സണലി BCom ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് ഈ കോഴ്സ് വളരെ എളുപ്പമാണ്. ഇവിടുത്തെ കോളേജിനെ കുറിച്ചും ടീച്ചേഴ്സിനെ കുറിച്ചും പ്രിൻസിപ്പലിനെ കുറിച്ചും മാനേജറിനെ കുറിച്ചൊക്കെ എന്താ അഭിപ്രായം? കോളേജ് നല്ല അടിപൊളി കോളേജാണ്. എൻ്റെ പാരൻസിനൊക്കെ ഇവിടെ അറിയാം, അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്ക് ആദ്യം ഇവിടെ വന്നപ്പോൾ ഈ കോളേജിനെ കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു. കോളേജ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ടീച്ചേഴ്സൊക്കെ ആണെങ്കിൽ ഞങ്ങളോട് ഫ്രണ്ട്ലി ആയിട്ടാണ് പെരുമാറാറുള്ളത്. എന്ത് ഡൗട്ട് ഏത് നേരത്ത് വന്നാലും നമുക്ക് എപ്പോൾ വേണമെങ്കിലും ടീച്ചറിനെ വിളിച്ചാൽ അപ്പം തന്നെ ടീച്ചറിനെ കിട്ടും. ടീച്ചർ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് തരും. പ്രിൻസിപ്പൾ ആണെങ്കിൽ ശരി, നമുക്കിവിടെ എന്തെങ്കിലും പ്രോഗ്രാം വന്നാൽ പോലും പ്രിൻസിപ്പൾ നമ്മൾ എല്ലാ പ്രോഗ്രാമിനും എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യും. എന്ത് ആവശ്യം പറഞ്ഞാലും പ്രിൻസിപ്പൾ ചെയ്തു തരും. മൂന്നിനും പേരൊന്ന് പറയാമോ? എൻ്റെ പേര് അഭിനവ്. എൻ്റെ പേര് അർജുൻ. എൻ്റെ പേര് റോഹിൻ. എവിടെയാ സ്ഥലം നമ്മുടെ? എൻ്റെ വീട് വല്യർത്തല. എൻ്റെ വീട് ആറ്റുകാൽ. എൻ്റെ വീട് വേങ്ങൂർ. ഏത് കോഴ്സാണ് പഠിക്കുന്നത്? ഞാൻ ഇവിടെ BCom കോർപ്പറേഷൻ. എന്തോ ഈ കോഴ്സിനെ കുറിച്ച് അഭിപ്രായം? BCom കോർപ്പറേഷൻ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു ഇതാണ്, കോഴ്സാണ്. പിന്നെ ഇപ്പോഴത്തെ FIUGP ഉള്ളതുകൊണ്ട് അധികം നമുക്ക് ഇപ്പം BBA പേപ്പേഴ്സാണ് കൂടുതലും പഠിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് എളുപ്പമുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചതിനെയും കാട്ടിയും കുറച്ചും കൂടെ നമുക്ക് ക്രിയേറ്റീവായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു
ഇപ്പോഴത്തെ ഒരു FIUGP എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു കോഴ്സ്. മാനേജ്മെന്റിനെ കുറിച്ചും കോളേജിനെ കുറിച്ചും എന്താ അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ്. നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മളത് സപ്പോർട്ട് ചെയ്യുന്നത് അത് സോൾവ് ആക്കി തരും. എന്താവശ്യങ്ങളും ഉണ്ടെങ്കിലും കൂടെ നിൽക്കും. നല്ല മാനേജ്മെന്റ്. പേഴുമൂടല്ലേ എങ്ങനെയാ ഇവിടേക്ക് വരുന്നത്? കാട്ടാക്കട KSRTC വന്നിട്ട് കാട്ടാക്കടയിൽ കോളേജ്. കോളേജ് കൊള്ളാം, നല്ല കോളേജാണ്. ഞാൻ ഇവിടുത്തെ BCom കോർപ്പറേഷനിലെ HOD ശരത് സാറിൻ്റെ ഒരു റെക്കമെൻഡേഷൻ കൂടിയാണ് ഈ കോളേജിലോട്ട് വരുന്നത്. കോളേജിൽ പുറമേ കാണാൻ ചെറിയ കോളേജ് എന്നൊക്കെ തോന്നും, പക്ഷേ കോളേജ് ഒരുപാട് കോഴ്സുകളുള്ള കോളേജാണ്. നമുക്ക് നല്ല ഒരു ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറാൻ പറ്റിയ ടീച്ചേഴ്സാണ്. ഒരുപാട് പ്രായമുള്ളവർ അങ്ങനെയില്ല. നമ്മുടെ ഈ ഒരു ജനറേഷൻ, ഈ ഒരു പ്രായത്തിൽ പെരുമാറാൻ പറ്റിയ ടീച്ചേഴ്സാണ്. അപ്പോൾ നമുക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഓപ്പൺ ആയിട്ട് ചോദിക്കാം. അവർ പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് എപ്പോൾ വേണോ വിളിച്ച് ഡൗട്ട്സ് ചോദിക്കാം. അങ്ങനെ പിന്നെ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ട്. കുട്ടികളെല്ലാവരും നല്ല സപ്പോർട്ടീവാണ്. ഓരോ ഡിപ്പാർട്ട്മെന്റും വളരെ മെച്ചപ്പെട്ട ക്രിയേറ്റിവിറ്റി ഉള്ള കുട്ടികളാണ് ഈ കോളേജിലുള്ളത്. ഇപ്പൊ +2 കഴിഞ്ഞ കുട്ടികൾ നല്ലൊരു കോളേജ് തേടുന്നുവെങ്കിൽ ആ, ഈ വിഗ്യാൻ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് നിങ്ങൾ സജസ്റ്റ് ചെയ്യുമോ? ഉറപ്പായും. എന്താണ് കാരണം? ഉറപ്പായും. കാരണം ഈ ഒരു നെയ്യാർഡാം കാട്ടാക്കട ബേസ് വെച്ച് നോക്കുകയാണെങ്കിൽ വന്നു പോവാൻ വളരെ എളുപ്പമുള്ളൊരു കോളേജാണ്. ഇപ്പോൾ പാരൻസിനായാലും പെട്ടെന്ന് ഒരു ആവശ്യത്തിന് വന്നാലും കുട്ടികൾക്കായാലും വരാം. അതുപോലെ ബസ് എന്ന് പറഞ്ഞാൽ ഈ തിരുവനന്തപുരത്ത് മിക്ക സ്ഥലത്തും ഇവിടുത്തെ ഓരോ ബസ്സുകളും ഉണ്ട്. രാവിലെ തൊട്ട് ഓരോ കുട്ടികളെ പിക്ക് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ഒരുപാട് ബസ്സുണ്ട്. ഒരു ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പം ബസ്സിന്റെ ഒരു ഫെസിലിറ്റി വളരെ ഒട്ടും കുറവില്ല. നല്ലപോലെ ബസ്സിന്റെ ഇത് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ അടുത്തുള്ള കുട്ടികൾക്കാണെങ്കിൽ വളരെ എളുപ്പമാണ്, വരാനും പോവാനും എളുപ്പമാണ്. വളരെ നല്ല കോളേജാണ്. ഞാൻ സജസ്റ്റ് ചെയ്യും, ഉറപ്പായിട്ട് സജസ്റ്റ് ചെയ്യും. കാരണം നല്ല എല്ലാവരെയും ശ്രദ്ധിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഓരോ ടീച്ചേഴ്സ് ആയാലും മനസ്സിലായോ ചോദിച്ച് നല്ല ഇതായിട്ട് എല്ലാവരോടും ചോദിച്ച് പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ പേര് ജോബി. ഞാൻ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് HOD ആണ്. ഞങ്ങൾ 4 ടീച്ചേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ കൊടുക്കുന്ന കോഴ്സുകൾ MSW, അതിൽ 3 സ്പെസിഫിക്കേഷൻ ഉണ്ട്: ഫാമിലി ആൻഡ് ചൈൽഡ്, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ്, മെഡിക്കൽ ആൻഡ് സൈക്കാട്രിക് സോഷ്യൽ വർക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ BSW ഉണ്ട്. നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഫാമിലി ആൻഡ് ചൈൽഡാണ്. ഇപ്പം ഞങ്ങളുടെ ആദ്യത്തെ ബാച്ച് ഇപ്പം കോഴ്സ് കഴിഞ്ഞിട്ട് പോയിട്ടുണ്ട്. അവർക്ക് എല്ലാവിധമായ ഇൻറ്റേൺഷിപ്പുകളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ പഠിച്ചാലുള്ള ഏറ്റവും വലിയ മെച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ BSW കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരിട്ട് നിങ്ങൾക്ക് ഇവിടെ MSW ജോയിൻ ചെയ്യാം. കേരള യൂണിവേഴ്സിറ്റിയുടെ സിലബസാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. അത് പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഓൺലൈൻ പ്രോഗ്രാംസും ഉള്ളതായ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഞങ്ങൾ ഫീൽഡ് വർക്കിന് വിടുന്നത് നിംഹാൻസ് ബാംഗ്ലൂർ, സെൻറ്റ് ജോൺസ് ബാംഗ്ലൂർ, ഫാദർ മുള്ളേഴ്സ് മംഗലാപുരം തുടങ്ങിയ പ്രശസ്തമായ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഞങ്ങളുമായിട്ട് ടൈപ്പ് ഉണ്ട്. മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. ഞങ്ങൾ കുട്ടികൾ അവിടെയാണ് കൂടുതലായിട്ട് ഇൻറ്റേൺഷിപ്പിന് പോകുന്നത്. എൻ്റെ പേര് ശാന്തിനി. ഞാനിവിടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ HOD ആണ്. ഞങ്ങൾക്കിവിടെ BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, പിന്നെ MA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ 2 കോഴ്സുകളാണുള്ളത് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ. അതിൽ BA FIUGP കോഴ്സാണ്, 4 വർഷത്തെ കോഴ്സാണ്. അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുന്നതിനോടൊപ്പം കുട്ടികൾക്ക് മറ്റ് ഡിസിപ്ലിനുകളിലെ സബ്ജക്ട്സും പഠിക്കാൻ പറ്റുന്നതാണ്. അതാണ് FIUGP കോഴ്സ് ആയതുകൊണ്ടാണ്. മാത്രമല്ല ഇംഗ്ലീഷ് പഠിക്കുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ്, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനേക്കാളും കൂടുതൽ FIUGP സിലബസ് ലാംഗ്വേജിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ, ലാംഗ്വേജ് പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, ഇതൊക്കെ മറ്റേത് ഡിസിപ്ലിനിൽ പഠിക്കുമ്പോഴും ഇംഗ്ലീഷ് വളരെ മസ്റ്റാണ്. അപ്പോൾ BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ പഠിക്കുന്നവർക്ക് ഒരു ബാരിയർ, അതായത് ഭാഷയുടെ ഒരു ബാരിയർ ഓവർകം ചെയ്യാൻ പറ്റും. അവർക്കതിന് ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. മാത്രമല്ല ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അവർക്ക് ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇൻറ്റേൺഷിപ്പൊക്കെ ചെയ്യുമ്പോൾ തന്നെ അവർക്കൊരു ജോബ് ഓപ്പർച്യൂണിറ്റി അവിടെ ഓപ്പൺ ആവുകയാണ്. പിന്നെ PG റിസർച്ച് ചെയ്യാൻ അല്ലെങ്കിൽ ടീച്ചിങ് സെക്ഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ടൊക്കെ PG യൂസ്ഫുള്ളാണ്. അതും ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സാണ്. 100% ജോബ് അഷ്യൂർഡ് ആയിട്ടുള്ള കോഴ്സാണ്. പിന്നെ ഇവിടെ ഞങ്ങൾ കഴിഞ്ഞ ഒരു 4-5 വർഷം കൊണ്ട് ബെറ്റർ റിസൾട്ട്സ് ആണ് കമ്പയറിങ് ടു അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. വളരെ നല്ല റിസൾട്ട്സ് ആണ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വരുന്നത്. അപ്പോൾ വിഗ്യാൻ കോളേജിലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും കണ്ടു വരികയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് BBA സെക്ഷനിലാണ്. BBA ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അധ്യാപികയാണ്. എൻ്റെ നാട്ടുകാരി കൂടിയാണ്. കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്തിലെ ചപ്പാത്തുകാരിയാണ്. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ ടീച്ചർ തന്നെ ചോദിക്കാം. എൻ്റെ പേര് ആരതി. ഞാൻ BBA ഡിപ്പാർട്ട്മെൻറ്റിലെ ഫാക്കൽറ്റിയാണ്. പക്ഷേ നമ്മുടെ കോഴ്സ് BBA ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, ഇപ്പോൾ എല്ലായിടത്തും നമുക്ക് കമ്പനീസ് അവൈലബിൾ ആണ്.
BBA കുറിച്ച് പറയാനാണെങ്കിൽ ഇപ്പോൾ എല്ലാ കമ്പനീസും റിക്രൂട്ട്മെന്റ് ചെയ്യുന്നത് BBA പഠിച്ച കുട്ടികളാണ്, MBA പഠിച്ച കുട്ടികളാണ്. സോ MBAക്ക് പോകണം എന്ന് താല്പര്യമുള്ള ഏതൊരു കുട്ടിയും ഫസ്റ്റ് എടുക്കുന്നത് അവിടെ ചോയ്സ് BBA ആയിരിക്കും. ബിസിനസ് മാനേജ്മെന്റ് ആണ്. ഇവിടെ നമ്മൾ മെയിനായിട്ടും പഠിക്കുന്നത് നമ്മുടെ എലക്റ്റീവ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ആൻഡ് ലോജിസ്റ്റിക്സ് ആണ്. സോ ഇത് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഫ്രണ്ടിലുണ്ട്. ഒന്നാമത്തെ ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ വിഴിഞ്ഞം പോർട്ടിലായാലും നമുക്ക് അവിടെ വേക്കൻസീസ് അവൈലബിൾ ആണ്. അവർ ലോജിസ്റ്റിക്സ് പഠിച്ച കുട്ടികളെയാണ് എടുക്കുന്നത്, BBA ലോജിസ്റ്റിക്സ്. അപ്പോൾ കുറച്ചുകൂടി അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് കിട്ടും. അതേപോലെ തന്നെ ഇപ്പം കമ്പനീസ് ഒരുപാട് കമ്പനീസ് ഇന്ന് അവൈലബിൾ ആണ്. സോ BBA കുട്ടികളെന്ന് പറയുമ്പോൾ സ്റ്റുഡൻസിനാണ് കുറച്ചുകൂടെ പ്രിഫറൻസ് കിട്ടുന്നത്. മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, അവർക്ക് സെയിൽസ് ആയാലും അതുപോലെ തന്നെ മാർക്കറ്റിംഗ് മാനേജർ പൊസിഷൻസിൽ വരെ എത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ നമ്മളിവിടെ കൊടുക്കുന്നത് അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന ഓപ്പൺ കോഴ്സ് എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗിന് ഇന്ന് നമ്മൾ സെപ്പറേറ്റ് ഒരു കോഴ്സായിട്ട് എടുത്ത് പഠിക്കുന്നതിന് ഒരുപാട് നമുക്ക് ചിലവ് ഉണ്ടാകുന്നതാണ്, കോസ്റ്റ് ഉണ്ട്. പക്ഷേ നമ്മൾ അഡീഷണൽ ആയിട്ട് ഇവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊടുക്കുന്നുണ്ട്. അതുവഴി നമുക്ക് ഒരുപാട് പ്രാക്ടിക്കൽ നോളജും ഒരുപാട് ബെനിഫിറ്റ്സ് കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. BBA എടുത്താലുള്ള മെയിൻ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ കമ്പനീസിൽ നിങ്ങൾക്ക് വേക്കൻസീസ് വരുമ്പോൾ ഫസ്റ്റ് നമ്പർ 1 പ്രിഫറൻസ് BBA പഠിച്ച കുട്ടികൾക്കായിരിക്കും കിട്ടുന്നത്. ആശയാണ്, വിഗ്യാൻ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണ്. അതുമല്ല ഈ കോളേജിൻ്റെ ചെയർമാൻ കൂടിയാണ്. BCA ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ ഞാൻ സെക്കൻഡ് ഇയർ ആണ് പഠിക്കുന്നത്, H4 ആണ്. അപ്പം ഞാൻ പഠിക്കുന്ന BCA ഉണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല ടീച്ചേഴ്സാണ്, നമ്മളെ പഠിപ്പിച്ചു തരുന്നതും നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. പിന്നെ ഇവിടെ എലക്റ്റീവായിട്ട് സൈബർ സെക്യൂരിറ്റി ഉണ്ട്. അങ്ങോട്ട് പോവേ എലക്റ്റീവ് സൈബർ സെക്യൂരിറ്റി എടുക്കുമ്പോൾ നല്ലതായിരിക്കും. പിന്നെ ഇന്റേൺഷിപ്പ് വരുന്നുണ്ട്. പുതുതായിട്ട് ഇവിടെ വരുന്ന കുട്ടികൾക്ക് നല്ല കോഴ്സാണ്, നല്ല കോളേജാണ്. അത്യാവശ്യം നന്നായിട്ട് പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുന്ന കോഴ്സുകളുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇന്റേൺഷിപ്പും അതും ഇതൊക്കെ ഇവിടെ നിന്നൊക്കെ ഉണ്ട്. അതുകൊണ്ടൊക്കെ നിങ്ങൾക്ക് വരുവാണെങ്കിൽ നല്ലൊരു കോഴ്സ് ഇവിടെ നിന്ന് എടുക്കാം. ടീച്ചേഴ്സും നല്ലതാണ്, ലാബും അതുപോലെ എല്ലാം നല്ലതാണ്. എൻ്റെ പേര് ശരത്ലാൽ എന്നാണ്. ഞാൻ വിഗ്യാൻ കോളേജിലെ NSS പ്രോഗ്രാം ഓഫീസറാണ്. ഞാൻ 2020 മുതലാണ് ഇവിടുത്തെ പ്രോഗ്രാം ഓഫീസറായിട്ട് ചാർജ് എടുത്തത്. ചാർജ് എടുത്തതിന് ശേഷം NSSൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ കാര്യക്ഷമമായിട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. അതിന് ഏറെ പ്രിയങ്കരായ നമ്മുടെ ഡോക്ടർ ജയശ്രീ മാം ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് സപ്പോർട്ടായിട്ട് തന്നിട്ടുള്ളത്. കാരണം എന്താണ് NSSൻ്റെ സേവനങ്ങൾ എന്നിങ്ങനെ കുറിച്ചുള്ള എല്ലാ പ്രവർത്തന കാര്യങ്ങളും നമുക്ക് മാമാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ മാനേജ്മെൻറ്റ് ട്രസ്റ്റി ആയിട്ടുള്ള അനു മാം നമുക്ക് നല്ല സപ്പോർട്ടാണ്. ഇനി NSSനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കോളേജിൽ പ്രധാനമായിട്ട് 2 യൂണിറ്റുകളാണ് ഉള്ളത്. ഇപ്പം ഞങ്ങൾ 2 പ്രോഗ്രാം ഓഫീസർമാരാണ് ഉള്ളത്. അപ്പം നമ്മൾ വന്നതിന് ശേഷം എല്ലാ വർഷവും ഡിസംബർ മാസങ്ങളിലാണ് നമ്മൾ ക്യാമ്പ് നടത്തുന്നത്. നമ്മളൊരു ക്യാമ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മെഡിക്കൽ ക്യാമ്പുണ്ട്, പിന്നെ അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്, മോട്ടിവേഷൻസ് കൊടുക്കുന്നുണ്ട്, പിന്നെ യോഗ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ക്യാമ്പിനകത്ത് ഉൾപ്പെടുത്തിയാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് നമ്മൾ സഹകരിച്ച് വിമുക്തി എന്നുള്ള പ്രോജക്റ്റ് നമ്മൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് എക്സൈസ് ഉദ്യോഗസ്ഥർ നമ്മളടുത്ത് കോളേജിൽ വരികയും അവർ കോളേജ് സന്ദർശിക്കുകയും അതിലൂടെ ഒരുപാട് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുകയും കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള അറിവുകൾ നൽകുകയും ചെയ്യും. അപ്പോൾ വിഗ്യാൻ കോളേജിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം നിങ്ങൾ ഈ വീഡിയോയിലൂടെ കണ്ടു മനസ്സിലാക്കി കാണും. ഈ വിഗ്യാൻ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ ഇവിടെ വരിക, കോഴ്സുകളെ കുറിച്ച് അന്വേഷിക്കുക. പിന്നെ സംഘടനയുടെ പേരോ സുമേഷ് കോട്ടൂർ എന്ന പേരോ പറഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സ് ഫീസിൽ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അതൊരു സംഘടനയായിട്ടുള്ള ധാരണയുടെ പുറത്താണ്. 80% മുകളിൽ 70% മാർക്കുള്ള കുട്ടികൾക്ക് ഉറപ്പായിട്ടും ഇവിടെ അഡ്മിഷൻ കിട്ടും. ഫുള്ളായി കഴിഞ്ഞാൽ കിട്ടത്തില്ല, എന്നാലും അവർ നമ്മുടെ കെയർ ഓഫിലാണ് പോയി കഴിഞ്ഞാൽ മാക്സിമം അവർ അഡ്മിഷൻ തരാൻ തന്നെ ശ്രമിക്കും. മറ്റൊരു കാഴ്ച ഞാൻ വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.